തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. തലക്കേറ്റ പരിക്ക് ഗുരുതരമല്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നു. ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെന്നും ശ്വാസകോശത്തിലെ ചതവുകൾ അല്പം കൂടിയിട്ടുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നു. വയറിൽ നടത്തിയ സ്കാനിങ്ങിൽ കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഉമാ തോമസ് MLAയുടെ വെറ്റൽസ് സ്റ്റേബിൾ ആണെന്നും ശ്വാസകോശത്തിലെ ഏറ്റ സാരമായ ചതവ് കാരണം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യമാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. വിശദമായി നടത്തിയ സ്കാനിങ്ങിൽ എന്നാൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യമില്ല. രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ ചികിത്സാ നടപടികൾ കൈക്കൊള്ളുമെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. ഉമാ തോമസിന്റെ ശ്വാസകോശത്തിലെ ചതവ് ഗൗരവമുള്ളതാണെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു. മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള രക്തം ശ്വാസകോശത്തിൽ കെട്ടിയ അവസ്ഥയാണുള്ളത്. ശ്വാസകോശത്തിലെ അണുബാധ മാറാനുള്ള ആന്റിബയോട്ടിക് നൽകുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിന് സഹായം നൽകുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് MLAയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.